ഹലോ, എഡ്യൂസാപ്പിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു ടോപ്പിക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ തേർഡ് മൊഡ്യൂളിലായിട്ടാണ് വരുന്നത്. ഓക്കെ, നമുക്കൊരു ഷാഫ്റ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഷാഫ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ലെങ്ത് ഉള്ള ഒരു ഷാഫ്റ്റാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ആണ്. അപ്പോൾ സൈഡ് വ്യൂവിൽ നമുക്ക് സർക്കുലർ ക്രോസ് സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ ഷാഫ്റ്റിൽ ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ടി എന്ന് പറഞ്ഞ ടോർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ടോർക്ക് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ടി. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്ലൈഡ് ടോർക്ക് എന്ന് പറയുന്നത് ടി, റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് ക്യാപിറ്റൽ ആർ, ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് ക്യാപിറ്റൽ എൽ. ദെൻ ഇവിടെ ഇങ്ങനെ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഏരിയ ക്രോസ് സെക്ഷൻ ആയിട്ട് ഏരിയ ക്രോസ് സെക്ഷനിൽ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അപ്പം ഷിയർ സ്ട്രെസ് ഡ്യൂ ടു അപ്ലൈഡ് ടോർക്ക് ടി. ഓക്കെ, അപ്ലൈഡ് ടോർക്ക് ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ ആണ്. ടോ ആയിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഷിയർ സ്ട്രെസ് ഡ്യൂ ടു അപ്ലൈഡ് ടോർക്ക് ടി എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് റിജിഡിറ്റി, അതായത് ഈ കേസിൽ ഇപ്പോൾ നമുക്ക് ഹൂക്സ് ലോ അപ്ലൈ ചെയ്ത ഒരു കാര്യം പറയാൻ പറ്റും. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ ആണ്. ഇവിടെ ഷിയർ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. അത് നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി കൊടുക്കുന്നതായിട്ട് എന്താണ് കൊടുക്കുന്നത്? മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്ന സംഭവമാണ്. അപ്പം ടോ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് റിജിഡിറ്റി ഇൻറ്റു ഷിയർ സ്ട്രെയിൻ, അങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് അക്കോർഡിംഗ് ടു ഹൂക്സ് ലോ. അപ്പോൾ നമ്മളെ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത് ജി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റ്, ഇതൊരു ഷാഫ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ട്വിസ്റ്റ് ചെയ്യും. ഓക്കെ, അതിവിടെ കാണിച്ചു തരാം. ഓക്കെ, ഈ എൻ്റെ അത് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇതിൻ്റെ സർക്കുലർ ക്രോസ് സെക്ഷൻ. പിന്നെ എൻ്റെ ആക്സിസ് നമുക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ഒരു ആക്സിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ടോർക്ക് അപ്ലൈ ചെയ്തത് ഇങ്ങനെ ടോർക്ക് അപ്ലൈ ചെയ്തത് ടി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ടോർക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നു. ഓക്കെ, അപ്പോൾ ടോർക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ സി ഡി എന്ന് പറയുന്ന ലൈൻ, ഇവിടെ ഔട്ടറിനായിട്ട് പെരിഫറിയിലുണ്ടായിരുന്ന ലൈൻ എന്ന് പറയും. ഇങ്ങനെ ഷിയർ സ്ട്രെയിൻ കാരണം അത് ടോർക്ക് അപ്ലൈ ചെയ്ത് കാരണം ട്വിസ്റ്റ് ചെയ്ത് പുതിയ ലൊക്കേഷനിലോട്ട് മാറും. അപ്പോൾ സി ഡി ഡാഷ് എന്നുള്ള ലൊക്കേഷനിലോട്ട് മാറി. അപ്പോൾ അവിടുത്തെ ഷിയർ സ്ട്രെയിൻ എന്തായിരിക്കും? ഫൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആംഗിൾ വെച്ച് നമുക്ക് ഷിയർ സ്ട്രെയിൻ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡി എന്ന് പറയുന്ന പോയിന്റ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? ഡി ഡാഷിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. സോ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഫിഗർ കാണിച്ചേക്കുന്ന പോലെ തീറ്റയും ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഫൈയും ആണ്. ഓക്കെ, ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഷിയർ സ്ട്രെയിൻ നമുക്കൊരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. അതായത് ടാൻ ഫൈ എടുക്കുകയാണ് ഇവിടെ. ടാൻ ഫൈ എടുത്താൽ എന്ത് കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ടി ഡി ഡാഷ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് സി ഡി. അപ്പോൾ ഇവിടെ നമുക്ക് ടാൻ ഫൈ വളരെ ചെറുതാണ്. ഫൈ എന്ന് പറയുന്ന ആംഗിൾ വെരി സ്മാൾ. സോ ടാൻ ഫൈ ഓൾമോസ്റ്റ് ഈക്വൽ ടു ഫൈ ആയിരിക്കും. ദെയർഫോർ ഫൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡി ഡി ഡാഷ് ഡിവൈഡഡ് ബൈ സി ഡി എന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് എൽ എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഇത് ഇക്വേഷൻ നമ്പർ
1. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഏരിയ ക്രോസ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ ഇവിടെ ഉണ്ട്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് r ആണ്. അപ്പോൾ ഇവിടെ തീറ്റ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ റേഡിയസ് r. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ് എക്സ്പ്രഷൻ കിട്ടുന്നത്? അതായത് ഡി ഡാഷ് ഈസ് ഈക്വൽ ടു r തീറ്റ. ഇക്വേഷൻ നമ്പർ 2. ഞാൻ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ഇൻ 1. അപ്പോൾ ഡി ഡാഷിന് വരെ r തീറ്റ കൊടുക്കുക. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും എനിക്ക്? ഡി ഡാഷിന് വരെ r തീറ്റ ഡിവൈഡഡ് ബൈ എൽ എന്നൊരു എക്സ്പ്രഷൻ കിട്ടും. അത് ഇക്വേഷൻ നമ്പർ എ. ഓക്കെ, ഇനി വേറൊരു കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തൽക്കാലം ഇത് ഇവിടെയുള്ള റബ്ബ് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഷിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു r തീറ്റ ബൈ എൽ. അത് ഇക്വേഷൻ നമ്പർ എ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക്കല്ല, ബാക്കി ഇനി എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, സോ നമുക്ക് ഹോക്സ് ലോ പ്രകാരം നമ്മൾ പഠിച്ചിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇവിടുത്തെ ഷിയർ സ്ട്രെയിൻ ഫൈ. അങ്ങനെ എക്സ്പ്രഷനാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കുന്നത് ജി ആണ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി ജി ഇൻറ്റു ഫൈ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈയുടെ എക്സ്പ്രഷൻ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഫ്രം ഇക്വേഷൻ എയിൽ നിന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ടോ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഫൈക്ക് പകരം r തീറ്റ ഡിവൈഡ് ബൈ എൽ എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഇതിനകത്ത് ഒരു റീഅറേഞ്ച്മെന്റ് ചെയ്യുകയാണ്. റീഅറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ടോ ഈസ് ഈക്വൽ ടു r ഇപ്പുറം കൊണ്ടുവരാം. ടോ ബൈ r ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഇവിടെ കാര്യം, ഇപ്പോൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ്. ഒരു പർട്ടിക്കുലർ ടോർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ് കോൺസ്റ്റന്റ് ആണ്. ജി എന്ന് പറയുന്ന വാല്യൂ മോഡുലസ് ഓഫ് റിജിഡിറ്റി ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റന്റ് ആണ്. അവിടെ വേരി ചെയ്യാൻ ചാൻസ് ഉള്ളത് ഷിയർ സ്ട്രെസ് ആയ ടോയും റേഡിയസും ആണ്. റേഡിയസ് മീൻസ് സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഷിയർ സ്ട്രെസ് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇവിടെ കിട്ടുന്ന എക്സ്പ്രഷൻ പ്രകാരം ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഇഫ് ജി തീറ്റ എൽ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. കണ്ടീഷൻ എന്താണ്? തീറ്റ ജി എൽ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് സപ്പോസ് ഇവിടെ ഒരു സ്മാൾ ആർ ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റ് പി. പോയിന്റ് പിയിലെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ക്യൂ ആണ്. അവിടെ നിന്ന് എന്ത് കിട്ടും? ഇത് എക്സ്പ്രഷൻ പ്രകാരം ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലേ? അതായത് ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്ന സ്ട്രെസ് അറ്റ് പോയിന്റ് പി എന്ന് പറയുന്നത് അറ്റ് ആർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ജി തീറ്റ ബൈ എൽ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. ഓക്കെ, സോ ഇത്രയാണ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? തിയറി ഓഫ് പ്യുവർ ടോർഷൻ എന്ന് വിളിക്കാം. ഓക്കെ, തിയറി ഓഫ് പ്യുവർ ടോർഷൻ. ഇനി ടോർഷൻ. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു ടേം കൂടെ വരും, ടോർക്കിന്റെ ടേമാണ്. ടോർക്ക് ടി ബൈ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ജെ, അതോടെ വരുന്നുണ്ട്. അത് നെക്സ്റ്റ് ആയിട്ട് പഠിപ്പിക്കാം. അപ്പോൾ ഇവിടുത്തെ എക്സ്പ്രഷൻ ഇതെന്ന് പറയുന്നത് തിയറി ഓഫ് പ്യുവർ ടോർഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. അവിടെ കുറച്ച് അസംഷൻസ് ഉണ്ട്. അതായത് മെറ്റീരിയൽ ത്രൂ ഔട്ട് ദ ഷാഫ്റ്റ് സെയിം ആയിരിക്കണം. അതായത് ജി എന്ന് പറയുന്ന വാല്യൂ മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണല്ലോ, ജി കോൺസ്റ്റന്റ് അല്ലേ ഇവിടെ. അപ്പോൾ മെറ്റീരിയൽ ത്രൂ ഔട്ട് ദ ഷാഫ്റ്റ് സെയിം ആയിരിക്കണം. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ഒറ്റ വാല്യൂ ഉണ്ടാകത്തുള്ളൂ. ദെൻ അടുത്തതെന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്തതിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ക്രോസ് സെക്ഷൻ, ഒരു പ്ലെയിൻ എടുക്കുകയാണ്. സപ്പോസ് ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്തിട്ട് അവിടെ ഒരു പ്ലെയിൻ ഉണ്ടെന്ന് വെച്ചോ. ആ പ്ലെയിൻ
ടെസ്റ്റ് ചെയ്യുമ്പോഴും ആ പ്ലെയിൻ അവിടെ തന്നെ നിൽക്കണം. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ, ഇഫ് ഡയറക്ഷൻ ആക്സിസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇസഡ് ആണെങ്കിൽ, ഇപ്പോൾ ഇസഡ് ഡയറക്ഷനിലോട്ട് ഈ പ്ലെയിനിന് ഡീഫോർമേഷൻ സംഭവിക്കാൻ പാടില്ല. അതാണ് തിയറി ഓഫ് പ്യുവർ ടോർഷൻ്റെ ഒരു അസംഷൻ. ഇനി ഇതിൻ്റെ ഈ റേഡിയസ് ലെങ്തുകളുണ്ടല്ലോ, റേഡിയസ് ആയിട്ടുള്ള ഡയറക്ഷൻസ്. അപ്പോൾ ആ പർട്ടിക്കുലർ റേഡിയസ് ലൈൻ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് തന്നെ നിൽക്കും. ടെസ്റ്റ് അപ്ലൈ ചെയ്താലും സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് തന്നെ നിൽക്കണം എന്നാണ് തിയറി ഓഫ് പ്യുവർ ടോർഷൻ്റെ അസംഷൻസ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. മെറ്റീരിയൽ ഇസ് കോൺസ്റ്റൻറ്റ്, അതായത് മെറ്റീരിയൽ ത്രൂ ഔട്ട് ദി ഷാഫ്റ്റ് എന്ന് പറയുന്നത് യൂണിഫോം മെറ്റീരിയൽ ആയിരിക്കണം. സർക്കുലർ ക്രോസ് സെക്ഷൻ, അതിൻ്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ആയിരിക്കണമെങ്കിൽ അതും യൂണിഫോം ആയിരിക്കണം. പിന്നെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ദെൻ പ്ലെയിൻ, ഈ ക്രോസ് സെക്ഷൻ പ്ലെയിൻ എന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷനിലോട്ട് ഡീഫോം ചെയ്യാൻ പാടില്ല. അതായത് പ്ലെയിൻ ബിഫോർ ടെസ്റ്റിംഗ് റിമെയിൻസ് ഇറ്റ്സെൽഫ് അറ്റ് പ്ലെയിൻ ആഫ്റ്റർ ടെസ്റ്റിംഗ്. ആഫ്റ്റർ ടെസ്റ്റിങ്ങിലും ബിഫോർ ടെസ്റ്റിങ്ങിലും പ്ലെയിൻ ഇറ്റ്സെൽഫ് അവിടെ റിമെയിൻ ചെയ്യണം. ഓക്കെ, ഇത്രയാണ് ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റിൽ വരുന്ന പോർഷൻസ്. ഓക്കെ, താങ്ക് യു.